നമ്മൾ സെക്കൻഡ് ഇയറിലത്തെ കെമിസ്ട്രി ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് ആണ്. എന്നാൽ ഞാൻ ഇന്ന് സോളിഡ് സ്റ്റേറ്റല്ല ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അത് കുറച്ച് 3 ഡയമെൻഷണൽ വ്യൂസൊക്കെ ഉള്ളതായതുകൊണ്ട് ഞാനത് രണ്ടാമതാണ് പഠിപ്പിക്കുക. അപ്പോൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട്. ആ കോൺസെൻട്രേഷൻ ടേംസ് 4 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ന്യൂമറിക്കൽ അപ്രോച്ച് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നില്ല. കാരണം ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്ററിൽ ഇതിൻ്റെ പ്രധാനമായ ഏരിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വേപ്പർ പ്രഷറുമായി ബന്ധപ്പെട്ട റൗൾസ് ലോ, അതുപോലെ തന്നെ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതുകൂടാതെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടേംസ് ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ന്യൂമറിക്കൽസ് പഠിപ്പിക്കും. ഓക്കെ, ഒന്നാമത്തെ ടേമാണ് മൊളാരിറ്റി. മൊളാരിറ്റി ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ടേമാണ്. നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര മോൾ സൊല്യൂട്ട് 1 ലിറ്റർ സൊല്യൂഷനിൽ ഉണ്ടാവും, അതാണ് മൊളാരിറ്റി. എത്ര മോൾ സൊല്യൂട്ട് 1 ലിറ്റർ സൊല്യൂഷനിൽ ഉണ്ടാവും, അതാണ് എന്ത് മൊളാരിറ്റി. ഉദാഹരണത്തിന് 2 മോൾ സൊല്യൂട്ട് 1 ലിറ്റർ സൊല്യൂഷനിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മൊളാരിറ്റി 2 ആയി. അത് നമ്മൾ എഴുതുക ഇങ്ങനെയാണ്, 2m എന്നാണ് എഴുതുക. ഇതിൻ്റെ അർത്ഥം 2 മോളാർ. ഓക്കെ, അപ്പോൾ മൊളാരിറ്റി ഞാൻ ബോർഡിൽ എഴുതി ശ്രദ്ധിക്കുക. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് divided by volume of solution in liters. ഓക്കെ, ഇത് നമ്മൾ ഷോർട്ട് ഫോമിൽ മൊളാരിറ്റി ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ v മോൾസ് പെർ ലിറ്റർ എന്നെഴുതാം. ഓക്കെ, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട്, v എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഓക്കെ, ന്യൂമറിക്കൽ അപ്രോച്ച് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അടുത്ത ഒരു ചെറിയ വർക്കിന് ശേഷം ന്യൂമറിക്കൽ അപ്രോച്ചിലേക്ക് പോകും. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ 2m എന്നെ വായിച്ച് നിങ്ങൾ എന്താണ് വായിക്കേണ്ടത്? 2 മോളാർ എന്നെ വായിച്ച്, 2 മോളാർ എന്നെ വായിച്ച് എന്താ അതിൻ്റെ അർത്ഥം? 2 മോൾ എന്നെ വായിച്ച്, 2 മോൾ എന്നെ വായിച്ച് പെർ ലിറ്റർ സൊല്യൂഷൻ. ഓക്കെ, NaOHൻ്റെ മോളിക്കുലർ മാസ് 40 ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 40 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഉദാഹരണത്തിന് 10 ഗ്രാം NaOH dissolved in 500 milliliter. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 10 ഗ്രാം NaOHനെ എത്ര മോൾസ് എന്ന് മാറ്റണം? നമുക്കറിയാം മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് അല്ലേ നമ്പർ ഓഫ് മോൾസിൻ്റെ. അപ്പോൾ നമുക്കറിയാം n ഈക്വൽ ടു 10/40, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4, 0.25. ഓക്കെ, v 500 മില്ലി ലിറ്റർ ആണ്. അത് ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്രയാവും? 0.5 ലിറ്റർ ആവും. ഓക്കെ, ദെൻ മൊളാരിറ്റി ഈക്വൽ ടു 0.25 ഡിവൈഡഡ് ബൈ 0.5, റൈറ്റ്? 0.25/0.5 അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതാണ് നമ്മൾ ഇത് വളരെ സിമ്പിളായി പറയുന്ന മൊളാരിറ്റിയാണ്. നമ്മൾ എൻട്രൻസിൻ്റെ പോയിൻറ്റ്സ് പിന്നീടേ പറയുന്നുള്ളൂ. ഇപ്പോൾ ബോർഡ് എക്സാമിൻ്റെ പോയിൻറ്റ്സ് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ എന്താണ് മൊളാരിറ്റി എന്നുള്ളതിൻ്റെ ആ ടേം എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. എന്താ മൊളാരിറ്റി? ഹൗ മെനി മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ മനസ്സിലായല്ലോ.
ഇനി മൊളാരിറ്റി എക്സാം ന്യൂമറിക്കൽ അപ്രോച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ട്, അത് ചെയ്യാം നമുക്ക്. ഓക്കെ, ദെൻ മൊളാരിറ്റി കഴിഞ്ഞ വർഷം പഠിച്ച ടേമാണ്. അതേപോലൊരു ടേമാണ് മൊളാലിറ്റി, MOLALITY. ഇതും കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, മൊളാലിറ്റി. ഓക്കെ, മൊളാലിറ്റി നിങ്ങൾക്കറിയാം, സ്മോൾ m എന്ന ലെറ്ററാണ് ഉപയോഗിക്കാറ് മൊളാലിറ്റി. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മോൾ സൊല്യൂട്ട് 1 കിലോഗ്രാം സോൾവെൻറ്റിലുണ്ട്, എത്ര മോൾ സൊല്യൂട്ട് 1 കിലോഗ്രാം സോൾവെൻറ്റിലുണ്ട്, അതാണ് മൊളാലിറ്റി. അപ്പോൾ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് divided by mass of the solvent in kilogram. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ എഴുതി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഞാൻ നിങ്ങളെ സെക്കൻഡ് ഇയറിൽ ഈ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടി മാത്രമാണ് കോൺസെൻട്രേഷൻ ടേം പറയുന്നത്. അപ്പോൾ സ്മോൾ m ഈക്വൽ ടു N2 ബൈ W1 എന്ന് എഴുതാം, മോൾസ് പെർ കിലോഗ്രാം. N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട്, W1 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. നമ്മൾ ഈ പാഠത്തിൽ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, 2 എന്നതിന് സൊല്യൂട്ടായി വിചാരിക്കും, 1 എന്ന കമ്പോണൻറ്റ് സോൾവെൻ്റായി വിചാരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ N2 അല്ലേ എഴുതിയിട്ടുള്ളത്. എന്താ N2? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട്. എന്താ W1? മാസ് ഓഫ് ദി സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ മൊളാലിറ്റി നമ്മൾ പൊതുവേ എഴുതാറ് ഒരു സൊല്യൂഷൻ 2 മോളാർ NaOH ആണെന്ന് വിചാരിക്കാം. നേരത്തെ നമ്മൾ 2 ക്യാപിറ്റൽ M പറഞ്ഞില്ലേ, മോളാർ, അതിന് പകരം 2m NaOH ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലോ എന്താ അതിൻ്റെ അർത്ഥം? 2 മോൾ NaOH പെർ കിലോഗ്രാം സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ പേര് വാട്ടറാണ് സോൾവെൻ്റ് എങ്കിൽ നമ്മൾ എന്ത് പറയും? അക്വ സൊല്യൂഷൻ പറയും. പിന്നെ സോൾവെൻ്റിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അതും വാട്ടറായി കണക്കാക്കാം. അതേപോലെ ഇപ്പോൾ സോൾവെൻറ്റ് ബെൻസീൻ ആണെങ്കിൽ ബെൻസീൻ തന്നെ പറയണം. ഓക്കെ, അപ്പോൾ 2 മോൾ NaOH പെർ കിലോഗ്രാം സോൾവെൻറ്റ്, ഇതാണ് മൊളാലിറ്റി. മൊളാലിറ്റിയുടെ മീനിങ് മനസ്സിലായി. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായില്ലേ? 2 ക്യാപിറ്റൽ M NaOH 2 സ്മോൾ m NaOH വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ആ ടേം ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത അതേ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 5 ഗ്രാം NaOH പെർ 250 ഗ്രാം വാട്ടർ, ഇതാണെന്ന് വിചാരിക്കാം. സിമ്പിൾ മൊളാലിറ്റി നമ്മൾ എങ്ങനെ ചെയ്യും? മൊളാലിറ്റി ചെയ്യുമ്പോൾ N2 ഈക്വൽ ടു 5/40. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8. ദെൻ W1 ഈക്വൽ ടു 250 ഗ്രാം. അത് കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 0.25 കിലോഗ്രാം എന്നാവും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മൊളാലിറ്റി ഈക്വൽ ടു? സ്മോൾ m ഈക്വൽ ടു 1/8 ഡിവൈഡ് ബൈ എത്ര? 1/8/0.25. സിമ്പിൾ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക. ഓക്കെ, ഇതാണ് മൊളാലിറ്റിയുടെ മീനിങ്. അപ്പോൾ ഞാൻ 2 ടേംസാണ് പറഞ്ഞത്, മൊളാലിറ്റിയും മൊളാലിറ്റിയും. ഇതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വേറെ ചെയ്ത് തരും, കേട്ടില്ലേ? ഓക്കെ, ദെൻ അപ്പോൾ എല്ലാവരും മൊളാലിറ്റി എന്താണെന്ന് വേർഡ് മീനിങ് പഠിച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൊളാലിറ്റി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ടേം കൂടി ഉണ്ട്. എന്താ അതിൻ്റെ പേര്? മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ കൈ എന്ന ലെറ്റർ ഉപയോഗിക്കുക, നമ്മൾ സാധാരണ എക്സ് എന്ന് എഴുതുന്ന പോലെ. ഓക്കെ, അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഞാൻ പറഞ്ഞു കൈ എന്ന് എഴുതുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എക്സ് എന്ന് എഴുതി കഴിഞ്ഞ ശേഷം ആ ലെറ്റർ പോലെ. ഓക്കെ, മോൾ ഫ്രാക്ഷൻ നമുക്കറിയാം, ഇതും കഴിഞ്ഞ വർഷം ഡീറ്റെയിൽ ആയി പഠിപ്പിച്ചാണ്. മോൾ ഫ്രാക്ഷൻ, ഒരു കമ്പോണൻ്റ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം?
ഏതിൻ്റെ മോൾ ഫ്രാക്ഷനാണോ പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണൻസ് പ്രസൻറ്റ് ഇൻ ദി സൊല്യൂഷൻ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണൻസ് പ്രസൻറ്റ് ഇൻ ദി സൊല്യൂഷൻ ഈസ് കോൾഡ് മോൾ ഫ്രാക്ഷൻ. പഠിച്ചല്ലോ? അപ്പോൾ ഞാനിവിടെ എഴുതാം ഈസ് മോൾ ഫ്രാക്ഷൻ is equal to number of moles of one component divided by total number of moles of all the components okay present in the solution. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. സപ്പോസ് വി ആർ കൺസിഡറിങ് എ ബൈനറി സൊല്യൂഷൻ. എന്താ ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻസ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ for a binary solution x2 equal to n2 by n1 plus n2 മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻ്റ് ആണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. വാട്ട് ഈസ് n2 നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് 2, n1 നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് 1. ഓക്കെ, അപ്പോൾ n2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താണ്. പക്ഷേ ഇത് സൊല്യൂഷൻ എന്ന പാഠം നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ടേംസ് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ മെൻഷൻ ചെയ്തത് 3 പോയിൻ്റ് മാത്രം കേട്ടോ, വേറൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര മോൾ സൊല്യൂട്ട് 1 ലിറ്റർ സൊല്യൂഷനിലുണ്ട്, അതാണ് മൊളാരിറ്റി. മൊളാലിറ്റിയോ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട് 1 കിലോഗ്രാം സോൾവെൻറ്റിൽ. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായില്ലേ? എന്താ ഒന്നാമത്തത് എത്ര മോൾ സൊല്യൂട്ട് 1 ലിറ്റർ സൊല്യൂഷനിലുണ്ട്, മറ്റേത് മൊളാലിറ്റി ആണെങ്കിലോ എത്ര മോൾ സൊല്യൂട്ട് 1 കിലോഗ്രാം സോൾവെൻറ്റിലുണ്ട്, അതാണ് മൊളാലിറ്റി. മൂന്നാമത്തെ ടേം മോൾ ഫ്രാക്ഷൻ. ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്താ മോൾ ഫ്രാക്ഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദി സൊല്യൂഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ 3 ടേം എന്താണെന്ന് ജസ്റ്റ് മനസ്സിലായല്ലോ. ദെൻ ഈ 4ാമത്തെ ടേമാണ് പാർട്സ് പെർ മില്യൺ, ppm എന്ന് പറയും. ഓക്കെ, പാർട്സ് പെർ മില്യൺ ഡെഫിനിഷൻ: നമ്പർ ഓഫ് പാർട്സ് ഓഫ് വൺ കമ്പോണൻറ്റ് divided by total number of parts of all the components into 10 raised to 6. 10 raised to 6 മുകളിലാണ് കേട്ടോ. ഇനി ഉദാഹരണത്തിന് a sample of toothpaste, for example 200 gram sample of toothpaste contains 20 gram fluoride. Okay, what is the concentration of fluoride in parts per million? Question മനസ്സിലായില്ലേ? എന്താണ്? 20 ഗ്രാം ഫ്ലൂറൈഡ് ഉണ്ട് 200 ഗ്രാം ടൂത്ത് പേസ്റ്റ് എങ്കിൽ എത്രയാണ് ആ ഫ്ലൂറൈഡിൻ്റെ കോൺസെൻട്രേഷൻ പാർട്സ് പെർ മില്യണിൽ? അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എത്രയാണ് ഫ്ലൂറൈഡിൻ്റെ മാസ്? 20. എത്രയാണ് മൊത്തം ടൂത്ത് പേസ്റ്റിൻ്റെ മാസ്? 200 ഇൻറ്റു 10 raised to എത്ര? 6. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് പാർട്സ് പെർ മില്യൺ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 liter drinking water contains
1 liter drinking water contains 50 milligram chloroform. 50 milligram chloroform. അങ്ങനെയാണെങ്കിൽ ക്ലോറോഫോമിൻ്റെ കോൺസെൻട്രേഷൻ പാർട്സ് പെർ മില്യണിൽ എത്ര? ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പാർട്സ് പെർ മില്യൺ ചെയ്യുമ്പോൾ ഈ പാർട്സ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ ഗ്രാം ആണെങ്കിൽ ഇവിടെ ഗ്രാം ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇവിടെ മില്ലിഗ്രാം ആണെങ്കിലോ ഇവിടെ മില്ലിഗ്രാം. ഇനി ഇവിടെ ഒന്നിൻ്റെ വോളിയം മില്ലി ലിറ്ററിലാണെങ്കിലോ ഇവിടെ മൊത്തം മില്ലി ലിറ്റർ. ഇവിടെ ലിറ്റർ ആണെങ്കിലോ താഴെയോ ലിറ്റർ. അതാ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ ഡ്രിങ്കിങ് വാട്ടർ കണ്ടെയ്ൻസ് 50 milligram ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എത്രയാണ്? മില്ലിഗ്രാം അല്ലേ ഇത്? പക്ഷേ നമുക്ക് ആദ്യം 1 ലിറ്റർ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ml ആണ്. 1000 ml എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. അതെന്താ 1000 ഗ്രാം ആവാൻ കാരണം? വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ഒന്നാണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ, മാസ്. 1000 ഗ്രാം. 50 മില്ലിഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുക. അപ്പോൾ എത്ര വരും? 50 × 10⁻³ ഡിവൈഡ് ബൈ. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ലിറ്ററിന് ഗ്രാമിലേക്ക് മാറ്റിയത്? കാരണം നമ്മൾ ഇവിടെ ഗ്രാമല്ലേ എടുക്കണം, അതുകൊണ്ട് ഇത് ഗ്രാമാണ്. മനസ്സിലായോ? അപ്പോൾ 1000 × 10⁻⁶. ക്ലിയർ ആയോ? അപ്പോൾ പാർട്സ് പെർ മില്യൺ എന്താണെന്നുള്ള ശരിക്കും മനസ്സിലായില്ലേ? ഇനി അപ്പോൾ എന്താ പാർട്സ് പെർ മില്യൺ ഡെഫിനേഷനോ കാര്യങ്ങളും ഞാൻ രണ്ടാമത് പറയണില്ല, ശരിക്കും എഴുതിയെടുക്കുക. ഇനി നമുക്ക് ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ 50 ppm ആണ്. 50 ppm NaOH. ഇതിൻ്റെ അർത്ഥം എന്താണ്? 50 ഗ്രാം NaOH per 10⁻⁶ ഗ്രാം വാട്ടർ. കാരണം ഏതിലാണ് സോൾവെന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വാട്ടർ എടുത്താൽ മതി. 10⁻⁶ ഗ്രാം വാട്ടർ. മനസ്സിലായോ? 50 ppm NaOH അർത്ഥം എന്ന് പറ 50 ഗ്രാം NaOH per 10⁻⁶ ഗ്രാം വാട്ടർ. ഓക്കെ, അപ്പോൾ പറഞ്ഞ ഐഡിയ ഒക്കെ ക്ലിയർ ആയില്ലേ? വാട്ട്സ് പെർ മില്യൻ്റെ ഇക്വേഷൻ പറഞ്ഞേ. നമ്പർ ഓഫ് പാർട്സ് ഓഫ് വൺ കമ്പോണന്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദി കമ്പോണൻസ് ഇൻറ്റു 10⁻⁶. അതുപോലെ പാർട്സ് പെർ മില്യൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായല്ലോ. എന്താണ്? യെസ്, 20 ഗ്രാം ഫ്ലൂറൈഡ് ഉണ്ട് ടൂത്ത് പേസ്റ്റ്, 200 ഗ്രാം ടൂത്ത് പേസ്റ്റ്. അപ്പോൾ 20/200 × 10⁻⁶. ഓക്കെ, ഇതാണ് പാർട്സ് പെർ മില്യൺ. ഓക്കെ, യെസ്. അപ്പോൾ കോൺസെൻട്രേഷൻ ടേംസ് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, പാർട്സ് പെർ മില്യൺ, ഇത് 4 കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ന്യൂമറിക്കൽസ് ഞാൻ ഇപ്പോൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ തരും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യും. റെഡി? ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വീണ്ടും വർക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് വേപ്പർ പ്രഷറും അതുമായി ബന്ധപ്പെട്ട ഒരു ലോ ഉണ്ട്, പ്രൗൾസ് ലോ. അത് രണ്ടും കൂടിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ വേപ്പർ പ്രഷർ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ടുണ്ട്, വേപ്പർ പ്രഷർ. അതുപോലെ തന്നെ ആ വേപ്പർ പ്രഷർ നമുക്കറിയാം. നമ്മളൊരിപ്പോൾ ഒരു ബീക്കർ, ഒരു കണ്ടെയ്നറിൽ നമ്മൾ കുറച്ച് ഏതെങ്കിലും ലിക്വിഡ് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിലോ, ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ടറാണെന്ന് ഇരിക്കാം. വാട്ടറാണെങ്കിൽ ആ വാട്ടർ നമ്മൾ എടുത്തു, എന്നിട്ടത് ടൈറ്റായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വാട്ടറിൻ്റെ മോളിക്യൂള് ഏതാണോ അതിൻ്റെ ടെമ്പറേച്ചർ അതിനനുസരിച്ച് അത് വേപ്പറായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മുകളിലോട്ട് വാട്ടർ മോളിക്യൂൾസ് പോയി കഴിഞ്ഞാൽ കുറച്ച് വേപ്പേഴ്സ് അതിൻ്റെ മുകളിൽ ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും? മുകളിലെത്തിയ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? താഴേക്ക് വരും. അപ്പോൾ ഇവാപ്പറേഷനാണ് മുകളിലോട്ട് പോകുന്ന പ്രോസസ്സ്, താഴോട്ട് വരുന്ന പ്രോസസ്സോ കണ്ടൻസേഷൻ. ഇത് രണ്ടും ഇക്വിലിബ്രിയത്തിലെത്തും. കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലെത്തും. ആ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുകളിൽ വേപ്പർ ഉണ്ടാവുമല്ലോ. ആ മുകളിലുള്ള വേപ്പർ താഴോട്ട് പ്രഷർ അപ്ലൈ ചെയ്യും. അതിനെ നമ്മളെന്ന് വിളിക്കും? വേപ്പർ പ്രഷർ എന്ന് വിളിക്കും. ഇതിലേക്ക് മനസ്സിലായല്ലോ? അപ്പോൾ എന്താ വേപ്പർ പ്രഷർ എന്നാൽ? യെസ്, ദി പ്രഷർ വിച്ച് മസ്റ്റ് ബി അപ്ലൈഡ് ടു ദി സൊല്യൂഷൻ. ഓക്കെ, ദി പ്രഷർ എക്സൈറ്റഡ് ബൈ ദി വേപ്പേഴ്സ്, അതാണ് വേപ്പർ പ്രഷർ. മനസ്സിലായല്ലോ? യെസ്, ദി പ്രഷർ എക്സൈറ്റഡ് ബൈ ദി വേപ്പേഴ്സ് എബവ് ദി ലിക്വിഡ്. മനസ്സിലായില്ലേ? അതാണ് വേപ്പർ പ്രഷർ.
ഓക്കെ, പറഞ്ഞത് മനസ്സിലായില്ലേ? വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണം ഡെഫിനിഷൻ അല്ല മെയിനായിട്ട് വേണ്ടത്. ഒരു ലിക്വിഡ് നമ്മളൊരു ഒരു ബീക്കറിലോ ഒരു കണ്ടെയ്നറിലോ എടുത്താൽ അതിന് നമ്മൾ അടച്ചു വെച്ചാൽ ആ ലിക്വിഡ് വേപ്പറായി മാറും. ആ വേപ്പറായി മാറുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? ഇവാപ്പറേഷൻ. അതേ സമയത്ത് അത് ചില മോളിക്യൂൾസ് എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്ത് താഴേക്ക് വരും. ആ പ്രോസസ്സിനെ വിളിക്കും കണ്ടൻസേഷൻ വിളിക്കും. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ഏതൊക്കെ പ്രോസസ്സ്? ഇവാപ്പറേഷനും കണ്ടൻസേഷനും ഇക്വിലിബ്രിയത്തിലെത്തും. അപ്പോൾ ആ ഇക്വിലിബ്രിയത്തിന് ശേഷം മുകളിലുള്ള വേപ്പർ താഴോട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ എന്ത് വിളിക്കും? വേപ്പർ പ്രഷർ വിളിക്കും. ഈ വേപ്പർ പ്രഷർ നമ്മൾ ഈ ചാപ്റ്ററിൽ പി എന്ന ലെറ്ററിലാണ് എഴുതാറ്. ഓക്കെ, അത് രണ്ട് തരത്തിൽ നമ്മൾ എഴുതാൻ പഠിക്കണം. ഒന്ന്, പി എഴുതിയിട്ട് മുകളിൽ 0 എന്ന് എഴുതി കഴിഞ്ഞാൽ പി നോട്ട്, P0. അങ്ങനെയാണെങ്കിൽ അത് സൊല്യൂഷൻ അല്ല, അത് പ്യുവറാണ്. ഉദാഹരണത്തിന് ബെൻസീൻ മാത്രം നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ P0 ബെൻസീൻ ഇങ്ങനെ എഴുതാം. P0 ബെൻസീൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അർത്ഥം വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ. അതെന്ന് നിങ്ങൾ വിചാരിക്കണം, നമ്മൾ അതിലെന്ത് ചെയ്തിട്ടില്ല, വേറൊന്നും മിക്സ് ആക്കിയിട്ടില്ല. അതേസമയത്ത് പ്രഷർ പി ഓഫ് ബെൻസീൻ 0 എഴുതാതെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദി പ്രഷർ വേപ്പർ പ്രഷർ ഓഫ് ബെൻസീൻ ഇൻ ദി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ പ്യൂർ ആയിരിക്കില്ല, അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ലിക്വിഡ് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ബെൻസീനും ടോളുവിനും മിക്സ്ചറാണ്. നമുക്ക് 4 ടേംസാണ് അതുമായി ബന്ധപ്പെട്ട് വേണ്ടത്. എന്തൊക്കെയാണ്? ഒന്ന് പി നോട്ട് ബെൻസീൻ, അത് പ്യുവർ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ. പിന്നെ പി ബെൻസീൻ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ അർത്ഥം? അത് ആ ബെൻസീൻ എന്ന ലിക്വിഡ് ടോൾവീനുമായി മിക്സ് ആക്കിയപ്പോൾ എന്ത് ചെയ്യും? അത് രണ്ടും മിക്സ് ആകുമ്പോൾ ആ ബെൻസീൻ എക്സൈഡ് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന രൂപത്തിൽ പറയും. പാർഷ്യൽ വേപ്പർ പ്രഷർ ബെൻസീൻ. ക്ലിയർ ആയില്ല രണ്ടും? അതേപോലെ പി നോട്ട് ടോൾവീൻ വേപ്പർ പ്രഷർ പ്യുവർ ടോൾവീൻ. ആൻഡ് വാട്ട് ഈസ് പി ടോൾവീൻ? വേപ്പർ പ്രഷർ ടോൾവീൻ ഇൻ ദി സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ വേപ്പർ പ്രഷർ എന്ന ടേം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് വേപ്പർ പ്രഷർ പോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? റൗൾസ് ലോ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും വേപ്പർ പ്രഷർ എന്ന ടേം ക്ലിയറായി മനസ്സിലായോ? എന്താ വേപ്പർ പ്രഷർ? ദി പ്രഷർ എക്സൈഡഡ് ബൈ ദി വേപ്പേഴ്സ് എബവ് ദി ലിക്വിഡ് സർഫസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദി ലിക്വിഡ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒന്നുകൂടി ഞാൻ പറയാം. ദി പ്രഷർ എക്സൈഡഡ് ബൈ ദി വേപ്പേഴ്സ് എബവ് ദി ലിക്വിഡ് സർഫസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദി ലിക്വിഡ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ക്ലിയർ ആയല്ലോ? അതിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എന്താ പി നോട്ട് ബെൻസീൻ എഴുതി കഴിഞ്ഞാൽ അർത്ഥം? പി നോട്ട് ബെൻസീൻ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ പ്യുവർ ബെൻസീൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആയിട്ടില്ല. ഇത് ഏതാണ്? പ്രഷർ ഓഫ് ബെൻസീൻ. ക്ലിയർ ആയില്ലേ?